ഉള്ളിലേക്ക് എല്ലാവർക്കും കയറി പങ്കെടുക്കാവുന്ന രീതിയിലേക്ക്. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആളുകൾക്ക് ക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായി കാര്യങ്ങൾ ചെയ്യുക റിക്രിയേഷൻ ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും. പോലീസ് മൈതാനിയാണ് ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളുന്ന ഒരു ഇടം. അവിടേക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഇവിടെ കുറേ ശുചീകരണ തൊഴിലാളികളും ഒക്കെ ഉണ്ട്. ഗ്രീൻ VS തിരികെ വരികയാണ്. നിങ്ങൾ ആ ക്രമീകരണങ്ങളുടെ ഭാഗമാവുകയും കൂടിയാണ്. അതെ 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 അതിൻ്റെ ഭാഗമായിട്ട് വരികയായിരുന്നു. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ വെളുപ്പിനെ 6 മണിക്ക് ഇറങ്ങിയവരാണ്. 6:30 മണി മുതൽ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. വൈകിട്ട് ഇന്ന് രാത്രിയോടുകൂടി ആലപ്പുഴയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. VS ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് അനാരോഗ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇവിടേക്ക് പിന്നീട് മടങ്ങിയെത്തുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ആലപ്പുഴക്കാരെന്നുള്ള രീതിയിൽ നമുക്കൊരു വേദന കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പുള്ളി കാണിച്ചു ഇവിടെ നമുക്ക് പ്രവർത്തിച്ച് എല്ലാ രീതിയിലും നമുക്ക് ഇതാക്കി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ദുഃഖം തന്നെയാണ് പുള്ളിയുടെ കാര്യം. അതാണ് എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത്? VSനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ആലപ്പുഴക്കാരിയാണല്ലോ ഇവിടെ പ്ലവനായകൻ എന്നുള്ള രീതിയിൽ കാണാനായിട്ട് എത്തൂലേ? അതാണ് ഇവരൊക്കെ രാവിലെ മുതൽ അത്തരം ജോലികളിലൊക്കെയാണ്. ഈ ജോലി ഏർപ്പെടുന്നതിനപ്പുറത്തേക്ക് വൈകാരികമായി എല്ലാവർക്കും ആലപ്പുഴക്കാർക്ക് ഓരോരുത്തർക്കും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ആലപ്പുഴ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവരുടെ ആരാധ്യനായ നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്കൊക്കെ പോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടോടുകൂടി അത്തരം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പാർട്ടി നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കാലാവസ്ഥ രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അനശ്വര രക്തസാക്ഷികൾക്കൊപ്പം പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരായ P. കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കന്മാർക്കൊപ്പം ഇവിടെ ഇനി KR ഗൗരിയമ്മയുടെ ഒക്കെ തൊട്ടടുത്തായി VS അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണ്. ആ ഒരു ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നതിന് ഇനി വളരെ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണ തോതിൽ പൂർണ്ണ സജ്ജമായി നടക്കുന്നുണ്ട്. ദർബാർ ഹാൾ